ഓണക്കാലത്ത് ഉത്സവം നടക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര ശ്രീ വാമനമൂർത്തി സ്വാമി ക്ഷേത്രം. ദേവേശ്വരായ ദേവായ ദേവസംഭൂതികാരിണേ പ്രഭവേ സർവവേദാനാം വാമനായ നമോ നമഃ. നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാവർക്കും വരമ്പിൻ്റെ അമ്പലമുറ്റത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര എത്തിയിരിക്കുന്നത് തൃക്കാക്കര ശ്രീ വാമനസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്കാണ്. ഓണക്കാലമാണ്, ഓണത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കഥകളും ഉപകഥകളും ഐതിഹ്യങ്ങളും ഒക്കെ നമുക്ക് ഈ ക്ഷേത്രത്തെപ്പറ്റി കേൾക്കാനുണ്ട്. ഓണത്തിൻ്റെ കഥകളെപ്പറ്റി നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഓണം ശ്രീ മഹാബലി തിരുമേനി തൻ്റെ പ്രജകളെ കാണുവാൻ വേണ്ടിയിട്ട് ആണ്ടിലൊരിക്കൽ തിരുവോണ ദിവസം കേരളത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഓണത്തിന് പിന്നിലെ ഏറ്റവും വലിയ ഐതിഹ്യം എന്ന് പറയുന്നത്. ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് കഥകളുണ്ട്. ചരിത്രമുറങ്ങുന്ന മണ്ണാണ് തൃക്കാക്കര വാമനസ്വാമി ക്ഷേത്ര സന്നിധി. പ്രഭവേ സർവവേദാനാം വാമനായ നമോ നമഃ. നമസ്തേ പദ്മനാഭായ നമസ്തേ ജലശായിനേ പ്രണമാമി സദാ ഭക്ത്യാ ബാലവാമനരൂപിണേ. ഓണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അത്തം മുതൽ 10 ദിവസമാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അത്തം മുതൽ ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അത്തം നാളിൽ ഇവിടുത്തെ ഉത്സവത്തിന് കൊടികയറുകയും തിരുവോണ നാളിൽ ഉത്സവം പൂർത്തിയാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഓണക്കാലത്ത് ഉത്സവങ്ങളുടെ കാലം ആരംഭിക്കുന്നത് തന്നെ ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. നമസ്തേ പദ്മനാഭായ നമസ്തേ ജലശായിനേ പ്രണമാമി സദാ ഭക്ത്യാ ബാലവാമനരൂപിണേ. നമഃ ശാരംധനുർബാണ. പ്രജാവത്സലനായിരുന്നു മഹാബലി തിരുമനസ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കള്ളവും പൊളിവചനങ്ങളും കാപട്യങ്ങളും ഒന്നുമില്ലാത്ത കാലമായിരുന്നു. അത്രയേറെ തൻ്റെ പ്രജകളെ സ്നേഹിക്കുകയും പ്രജകൾക്ക് അദ്ദേഹത്തിനോടുള്ള ആഭിമുഖ്യവും ബഹുമാനവും ഒക്കെ ഏറ്റവും കൂടുതലായിരുന്ന കാലഘട്ടമാണ് മഹാബലി തിരുമനസിൻ്റെ ഭരണകാലം. പ്രഭവേ സർവവേദാനാം വാമനായ നമോ നമഃ. നമസ്തേ പദ്മനാഭായ. ഐതിഹ്യ കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രജാവത്സലനായിരുന്നു മഹാബലി തിരുമേനി. അദ്ദേഹത്തിന് മുൻപിൽ ആശ്രിതനായി വന്ന വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ അദ്ദേഹം അളന്നെടുത്തുകൊള്ളാൻ പറയുകയും അതിനുശേഷം 3 ലോകവും അളന്നെടുത്ത വാമനന് മുന്നിലേക്ക് ഇനി എന്ത് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ശിരസും തൻ്റെ രാജ്യവും സമർപ്പിച്ച മഹാനായ ചക്രവർത്തിയാണ് മഹാബലി തിരുമനസ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്ട് 10 ഏക്കറോളം വിസ്തൃതിയുള്ള ഭൂപ്രദേശത്താണ് ഈ 2 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം ശിവക്ഷേത്രമാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ശ്രീ വാമനസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ദർശന സമയത്ത് ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമായ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷമാണ് വാമനസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത്. പ്രണമാമി സദാ ഭക്ത്യാ ബാലവാമനരൂപിണേ. നമഃ ശാരംധനുർബാണ പാണയേ വാമനായ ച യജ്ഞഭുക് ഫലദാത്രേ ച വാമനായ നമോ നമഃ. ദേവേശ്വരായ ദേവായ ദേവസംഭൂതികാരിണേ പ്രഭവേ സർവവേദാനാം വാമനായ നമോ നമഃ. നമസ്തേ പദ്മനാഭായ നമസ്തേ ജലശായിനേ പ്രണമാമി സദാ ഭക്ത്യാ ബാലവാമനരൂപിണേ. നമഃ ശാരംധനുർബാണ പാണയേ വാമനായ ച യജ്ഞഭുക് ഫലദാത്രേ ച വാമനായ നമോ നമഃ. ദേവേശ്വരായ ദേവായ ദേവസംഭൂതികാരിണേ പ്രഭവേ സർവവേദാനാം വാമനായ നമോ നമഃ.
കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണുവാനുമുണ്ട്. ഓണക്കാലത്തെ ക്ഷേത്രയാത്രകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.